വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം. CPM-ന് മറുപടിയുമായി ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ സമ്മേളനം ജൂലൈ 4-ന് നിലമ്പൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത് ഈ അടുത്ത കാലത്തായിട്ട് നന്നായിട്ട് ചിലവാകാവുന്ന വിറ്റഴിക്കാവുന്ന ഒരു നയമാണ്, അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുതരം വർഗീയ മനസ്സ് സൃഷ്ടിച്ച് ആ വർഗീയ മനസ്സിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക, ഇത് വളരെ അപകടം ചെയ്യുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളം ഇന്നും ഒരു മതേതര ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കാൻ സംഘപരിവാറിനോ അല്ലെങ്കിൽ വർഗീയ ശക്തികൾക്കോ ഇവിടെ ഇന്നും ഒരു സ്വാധീനം ഉറപ്പിക്കാൻ പറ്റാത്തിട്ടുള്ള ഒരു നാടാണ്, ഒരു സംസ്ഥാനമാണ്. പക്ഷെ അവർക്ക് മണ്ണൊരുക്കി കൊടുക്കുക, അന്തിമമായിട്ട് ഇതിന്റെ ഫലം കൊയ്യുക ആരായിരിക്കും? അതൊരിക്കലും CPM ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷമായിരിക്കില്ല. ഇങ്ങനെ ജനങ്ങൾ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു B ടീം ആയിരിക്കില്ല ആവശ്യം, A ടീമിനെ തന്നെ അവർ സെലക്ട് ചെയ്തുകൊണ്ട് ആളുകൾ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ പശ്ചിമ ബംഗാളിലോ ത്രിപുരയിലോ ഒക്കെ സംഭവിച്ചതുപോലുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും ഒരു CPM-ഉം ഇടതുപക്ഷം കൂടി മുമ്പോട്ട് എത്തിച്ചേരുക. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇത് അപകടകരമായ സാഹചര്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ്, ഒരു പരിപാടിയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നടത്താൻ പോകുന്ന പരിപാടി. നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും ആനുകാലിക സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ സമ്മേളനം ജൂലൈ 4-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 5:30-ന് നിലമ്പൂർ കോടതിപ്പടിയിൽ നടക്കും. സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ, അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ള കോയ തങ്ങൾ, സംസ്ഥാന സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂർ, ജില്ലാ പ്രസിഡന്റ് സമീർ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഭാരവാഹികളായ സക്കീർ ഹുസൈൻ, NK അബ്ദുൽ അസീസ്, C. മുജീബ് റഹ്മാൻ, അബ്ദുറഹിമാൻ, പ്രൊഫസർ അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.